ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ലൈം ജ്യൂസ്, അതെ നാരങ്ങ സഞ്ജു ചേട്ടനായിട്ടുള്ള വീഡിയോയ്ക്ക് ശേഷം എനിക്ക് കിട്ടിയ പേരാണ് ലൈം ജ്യൂസ്. എന്നാൽ എനിക്ക് ആ പേര് ശരിക്കും ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഹാപ്പിയാണ്. എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു 10 മാസമെങ്കിലും കൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ തന്നെ ടെൻഷനായിട്ടിരുന്ന ഒരു കാര്യം 2 ദിവസം കൊണ്ടാണ് എനിക്ക് അത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയത്. എനിക്കറിയാം അതിന് ഒരിക്കലും ആ ക്രെഡിറ്റ് എനിക്കല്ല, അത് ഞാൻ കാരണമല്ല. ഒരൊറ്റ പേര് സഞ്ജു ടെക്കി, ആ ഒരൊറ്റ പേരിന്റെ ആ ഒരു ബേസിലാണ് എനിക്ക് ഇത്രയും നല്ലൊരു റീച്ച്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും ആയിരിക്കത്തില്ല, നിങ്ങളൊക്കെ ചിലപ്പോൾ മില്യൺസ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലൊക്കെ കാണുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം, ഒന്നുമില്ലാണ്ട് തുടങ്ങി എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെനിക്ക് ഭയങ്കര വലിയൊരു സന്തോഷമുള്ളൊരു ഇതാണ്. അതുപോലെ എനിക്ക് നന്ദി പറയാനായിട്ടുള്ളത് സഞ്ജു ചേട്ടന്റെ ഏറ്റവും ബിലവഡ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ്. നിങ്ങൾ കാരണമാണ് ഈ ഒരു കാര്യം എനിക്ക് ഇത്രയെങ്കിലും, ചെറിയ രീതിയാണെന്നാൽ എനിക്കറിയാം, ചെറുതായിട്ടെങ്കിലും ഇത്രയെങ്കിലും എനിക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയത് നിങ്ങളുടെ ഒരൊറ്റ ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് നിങ്ങളോടാണ്, എന്നെ കാണുന്ന ആളുകളോടാണ്. അപ്പോൾ ഒരുപാട് 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 നന്ദി സഞ്ജു ചേട്ടാ, സബ്സ്ക്രൈബേഴ്സ്, എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോട്. അപ്പൊ എൻ്റെ അടുത്ത് ചിലർ ചോദിച്ചു, സഞ്ജു ചേട്ടന് കൊടുത്ത ആ ഒരു ഫ്രെയിം വർക്കിന്റെ വീഡിയോ ഇടുമോ എന്ന് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു. സത്യം പറഞ്ഞ ആ ഒരു വീഡിയോ ഞാനൊരു 2 ആഴ്ചയ്ക്ക് മുമ്പേ റെഡിയാക്കി വെച്ചതാണ്. അപ്പോഴും ഞാൻ ഓർത്ത് എന്നാ സഞ്ജു ചേട്ടനെ കാണുമൊന്നുമില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ റിച്ച് ചെയ്ത് അങ്ങ് പോകുമല്ലേ. ഈ വീഡിയോയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഈ ഫ്രെയിം വർക്ക് ഞാൻ ചെയ്തിരിക്കുന്നത് 30 രൂപയ്ക്ക് ചെയ്തൊരു ഫ്രെയിം വർക്കാണിത്. കാരണം നമ്മൾ കടയിലൊക്കെ പോയിട്ട് വാങ്ങിക്കാനായിട്ടാണെങ്കിൽ ചിലപ്പോൾ ഇതുപോലുള്ള ഫ്രെയിം വർക്കിന് ചിലപ്പോൾ ഒരു 500 മുകളിലെങ്കിലും കൊടുക്കേണ്ടി വരും. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഒരു ഫംഗ്ഷൻ വരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുന്നു, നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വർക്കൊക്കെ നമുക്ക് വളരെ ചിലവ് കുറച്ച് ചീപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രെയിം വർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും അങ്ങനെയുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു കട്ടി ബേസ് ബോർഡാണ്. ഞാൻ അത്യാവശ്യം നല്ല കട്ടിയുള്ള തന്നെയാണ് എടുത്തിരിക്കുന്നത്, അങ്ങനെ ഒത്തിരി ഒന്നും ഒടിയത്തൊന്നുമില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബ്ലാക്ക് കളറിലെ ചാർട്ട് പേപ്പറാണ്. നമ്മളിപ്പോൾ വേറെ കളറിലേക്കാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇത്രയും നല്ലൊരു ഹൈലൈറ്റും ഈ ഒരു ഭംഗിയും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതുകൊണ്ട് ബ്ലാക്ക് തന്നെ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ഇത് മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്കിതുപോലെ തന്നെ പശ തേച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമുക്കിതൊക്കെ വീട്ടിൽ തന്നെ ചെയ്യാവുന്നുള്ളൂ കേട്ടോ. നമ്മളിങ്ങനെ കാണുമ്പോൾ വിചാരിക്കും ചെയ്യാനായിട്ട് പാടായിരിക്കുമോ, അങ്ങനെയൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മുടെ വീട്ടിലൊക്കെയുള്ള സാധനം വെച്ചിട്ട്. അപ്പോൾ ഞാൻ ചെയ്തു വന്നതിൽ അവസാനം കുറച്ച് പോർഷനും കൂടെ തികയാനുണ്ടായിരുന്നു, അത് കവറായിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനൊരു പീസും കൂടെ കട്ട് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുവാണ്. ഇതുപോലുള്ള നിങ്ങൾക്കിങ്ങനെ പകുതിയായിട്ടൊക്കെ ഇങ്ങനെ പോർഷൻ കട്ടായത് വരുന്നുണ്ടെങ്കിൽ സാരമില്ല, ഇങ്ങനെ ബാക്കി പീസ് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ബ്ലാക്ക് ആയതുകൊണ്ട് നമ്മൾ അറിയില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമുക്ക് വേണ്ടത് കളർ പേപ്പറാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പീച്ച് കളറാണ്. കാരണം ബ്ലാക്കിൽ പീച്ച് നല്ലൊരു ഹൈലൈറ്റ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ പീച്ച് കളറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്കിതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ തന്നെ ഒരു പീസ് ഇതുപോലെ വെട്ടിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ ഈ കാണിക്കുന്ന പോലെ തന്നെ നമുക്ക് നന്നായിട്ട് മടക്കിയെടുക്കാം. എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ നമുക്ക് വെട്ടിയെടുക്കണം. നമ്മുടെ സാധാരണ നഖത്തിൻ്റെയൊക്കെ തുമ്പില്ലേ, നമ്മുടെ വിരലിൻ്റെയൊക്കെ തുമ്പ്, ആ ഒരു ഷേപ്പിൽ ഇതുപോലെ തന്നെ വെട്ടിയെടുക്കുക. എന്നിട്ട് നമുക്ക് സ്കെയിൽ ഉപയോഗിക്കാം. സ്റ്റീലിൻ്റെ സ്കെയിൽ ഉപയോഗിച്ചാൽ കുറച്ചും കൂടെ നല്ല ഷാർപ്പായിട്ടിരിക്കും കേട്ടോ. ഇപ്പം ഞാനിവിടെ സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ സ്കെയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നന്നായിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഏകദേശം 4 ലെയറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഗിൽറ്റ് പേപ്പറാണ്. ഞാനിവിടെ വയലറ്റ് കളറിൽ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഗിൽറ്റ് പേപ്പർ ഇല്ലെങ്കിൽ സാരമില്ല, നമ്മുടെ സാധാരണ എന്തെങ്കിലും നല്ലൊരു ഇത്തിരി ബ്രൈറ്റ് ആയിട്ട് തോന്നുന്ന രീതിയിലൊരു പേപ്പർ വെട്ടി നടുക്ക് ഒട്ടിച്ചാലും മതി. ഇനി ഇപ്പം ഗിൽറ്റ് മാത്രമാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു സാധാരണ ഒരു പേപ്പറിൽ പശ തേച്ചിട്ട് ഗിൽറ്റ് അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ വിതറിയിട്ടിട്ട് ആ ഒരു പോർഷൻ ഇതുപോലെ തന്നെ വെട്ടിയെടുത്തിട്ട് ചെയ്താലും മതി. കാരണം നമ്മൾ പീച്ച് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പ്ലെയിൻ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു പേപ്പറല്ലേ, അപ്പോൾ അതിൻ്റെ നടുക്ക് ഈ ഒരു ഗിൽറ്റിൻ്റെ ഒരു പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗി തോന്നും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്.
ഇനി നമുക്ക് വേണ്ടത് ഒരു മഞ്ഞ കളറിൽ ഇതുപോലെ തന്നെ ഒരു ഗിൽറ്റ് പേപ്പറാണ്. അത് നമുക്കിങ്ങനെ അതിൻ്റെ തണ്ടായിട്ട് നമ്മൾ കൊടുക്കത്തില്ലേ, പൂവിൻ്റെ തണ്ടായിട്ടും പിന്നെ ഇലയായിട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മഞ്ഞ കളർ ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത് ഗ്രീൻ കളറാണ്. പക്ഷേ നമ്മൾ ഇങ്ങനത്തുള്ളൊരു ഫ്രെയിം വർക്കിന് നമ്മൾ ആ ഒരു കോമ്പിനേഷനെ കുറിച്ച് അങ്ങനെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാനൊരു വെറൈറ്റി ലുക്ക് പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മഞ്ഞ കളർ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏകദേശം ഇലയും അതെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ബേസിലേക്ക് ഇത് നമ്മൾ വെച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ വെച്ച് കാണിച്ചു തരാം. നമുക്ക് ആ ഒരു പൊസിഷൻ നിങ്ങൾക്ക് വെച്ച് കാണിച്ചു തരാം. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ പശ തേച്ചങ്ങ് ഒട്ടിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് നല്ല രീതിയിൽ വളയ്ക്കാൻ പറ്റും കേട്ടോ. അതായത് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ തോന്നുന്നെങ്കിലും നമ്മൾ പശ അതിൻ്റെ ബാക്കിൽ തേച്ചിട്ടില്ലേ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ വളഞ്ഞൊക്കെ നമുക്ക് ഈ ഒരു ഷേപ്പിലൊക്കെ കൊടുക്കാനായിട്ടൊക്കെ പറ്റും. എനിക്ക് തോന്നുന്നു ആ ഒരു ഗിൽറ്റ് പേപ്പറിന് ഏകദേശം 10 രൂപയാണെന്ന് തോന്നുന്നു റേറ്റ്. ആ ഒരു റേറ്റൊക്കെ വരുള്ളൂ. നല്ല ഭംഗിയാണത് കാണാനായിട്ട്. പ്രത്യേകിച്ച് നമ്മൾ ബ്ലാക്കിൽ ഇതുപോലുള്ള വർക്കൊക്കെ ചെയ്യില്ലേ, അപ്പോൾ നല്ല രീതിയിലൊരു ഹൈലൈറ്റ് ഉണ്ടാകും ഇങ്ങനെ ചെയ്യുമ്പോഴേ. അങ്ങനെ കുറച്ചധികം വേണം, കാരണം ആ ഒരു തണ്ട് നമുക്കിങ്ങനെ നീണ്ടിരിക്കണമല്ലോ. അപ്പം നമുക്ക് കുറച്ചധികം ഇതുപോലെ തന്നെ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് ഈ ഒരു ഫ്രെയിം വർക്ക് ചെയ്യേണ്ടത്. ഇലയൊക്കെ നമുക്കൊരുവിധം 2 എണ്ണമൊക്കെ വെച്ചിട്ട് കൊടുത്താലും മതി. ഒരുപാട് കൊടുത്താൽ ഇങ്ങനെ കുറച്ച് വൃത്തികേടായിരിക്കും. നമ്മളെപ്പോഴും സിമ്പിൾ ലുക്കിൽ ഫ്രെയിം വർക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ഒരു ഹൈലൈറ്റ് വരിക. ഞാൻ ഏകദേശം ഒരു പൂവിനൊരു 2 ഇല എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം സെറ്റിങ്സ് ഒക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കുക മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതേ ഒരു പൊസിഷനിൽ നമ്മൾ പശ തേച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ തന്നെ റൗണ്ടായിട്ട് ഞാനൊരു കുഞ്ഞിങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. അത് നമുക്കിതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. അതൊരു ഡിഫറൻ്റ് ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. കാരണം ഇലയും പൂവും മാത്രം എന്നുള്ളതിനേക്കാൾ ഉപരി ഒരിത്തിരി ഡിഫറെൻറ്റ് ലുക്ക് കിട്ടണമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അതെങ്ങനെ വളയ്ക്കാം എന്ന് ജസ്റ്റ് ഒരു നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ അതൊഴിച്ച് ബാക്കിയെല്ലാം ഒട്ടിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പേപ്പർ കൊണ്ടുണ്ടാക്കിയ നല്ല അടിപൊളി ഒരു ഫ്രെയിം വർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഒരു 6 ഫ്ലവറും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഗിൽറ്റ് പേപ്പറിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കാൻ മറക്കണ്ട. താങ്ക്